പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ പെരുമാറ്റച്ചട്ടം വന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം വലിയ ആശ്വാസമുണ്ട് ഇപ്പോൾ. കാരണം ഈ തലങ്ങും വിലങ്ങുമുള്ള പരസ്യം ഇനി കാണേണ്ടതില്ലല്ലോ. ശതകോടികളുടെ പരസ്യം പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അതിനി കാണേണ്ട ആവശ്യമില്ലല്ലോ. പുതിയ പരസ്യങ്ങളുമായി സർക്കാർ വരില്ലല്ലോ. അതുകൊണ്ട് ജനങ്ങളാകെ ഒന്ന് ദീർഘനിശ്വാസം വിട്ടു എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല പറഞ്ഞത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി എന്തായിരുന്നു അവസ്ഥ? പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ പരസ്യങ്ങളുടെ പെരുമഴയല്ലായിരുന്നു, പെരുമഴ. പത്രങ്ങളിൽ എവിടെ നോക്കിയാലും പരസ്യങ്ങളുടെ പുറകെ പരസ്യങ്ങൾ. ഇതിനെ കുറിച്ചിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചാനലുകളിൽ നോക്കിയാലോ, ചാനലുകളിലും പരസ്യം, പക്ഷെ പരസ്യമാണെന്ന് പറയാതെ പരസ്യം. അതായത് ചാനലുകളെല്ലാം മന്ത്രിമാരുമായിട്ട് അഭിമുഖങ്ങൾ നടത്തുന്നു. ശ്രീമാൻ രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ സീരിയലുകളിൽ പോലും സർക്കാരിനെ അനുകൂലിക്കുന്ന ഡയലോഗുകൾ നമ്മൾ കാണുന്നു. പക്ഷെ ഇതൊന്നും പരസ്യമാണെന്ന് പറയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം പരസ്യമാണ്. പ്രധാനപ്പെട്ട ചാനലുകളിൽ മന്ത്രിമാരുമായിട്ടുള്ള അരമണിക്കൂറൊക്കെ ഉള്ള ഇൻ്റർവ്യൂകൾ, അതെല്ലാം പരസ്യമാണ്. സീരിയലുകളിൽ സർക്കാരിനെ അനുകൂലിക്കുന്ന ഡയലോഗുകൾ, കുടുംബശ്രീയിൽ പോയപ്പോൾ അങ്ങനെ കിട്ടിയില്ലേ, ഇങ്ങനെ ക്ഷേമ പെൻഷൻ ഇത്ര രൂപയായിട്ട് ഉയർത്തിയില്ലേ, അതൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ് അല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ, എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ, ഇതും യഥാർത്ഥത്തിൽ പരസ്യമാണ്. അത് ശരിക്കും നിയമവിരുദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. മന്ത്രിമാരുമായി അഭിമുഖമുണ്ടെങ്കിൽ അത് പരസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം അത് ചെയ്യാൻ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള പരസ്യങ്ങളുടെ പെരുമഴയാണ് നടന്നുകൊണ്ടിരുന്നത്. അതെന്തായാലും ഇനി കാണേണ്ടതില്ലല്ലോ എന്ന് ഒരു ദീർഘനിശ്വാസത്തോടുകൂടി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറയുന്നത്. സുഹൃത്തുക്കളെ, ആ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഞെട്ടിക്കുന്ന കണക്കുകൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഇത് വാട്സാപ്പിൽ വന്ന ഒരു കുറിപ്പാണ്. ആ കുറിപ്പിൻ്റെ തലവാചകം എന്ന് പറയുന്നത് 227 കോടി രൂപയുടെ വെടിക്കെട്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 3-4 മാസം അല്ലെങ്കിൽ 3-4 ആഴ്ച കൊണ്ട് ഏതാണ്ട് 227 കോടി രൂപയാണ് പരസ്യത്തിന് ഈ സർക്കാർ ചെലവഴിച്ചത് എന്ന് നമ്മൾ ഓർക്കണം. ആ 227 കോടി രൂപ എന്ന് പറഞ്ഞാൽ അത് ഞാനും നിങ്ങളുമൊക്കെ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് ഈ പരസ്യത്തിന് വേണ്ടി ഇത്രയും ചെലവഴിച്ചത് എന്ന് നോക്കണം. ആ കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്: PRDയുടെ വക 117.24 കോടി, കിഫ്ബിയുടെ വക 110 കോടി, അങ്ങനെ 227.24 കോടി രൂപ ഒരു കോടിയുടെ പിണറായി വക തെരഞ്ഞെടുപ്പ് വെടിക്കെട്ട് കഴിഞ്ഞു. അതാണ്. ഇനി പാർട്ടിയുടെ വക പരസ്യം ഇനി വരാനിരിക്കുന്നു, അതാണ് അതിന് ശേഷം പറയുന്നത്. ആ കുറിപ്പ് തുടർന്ന് ഇങ്ങനെയാണ്: PRDയുടെ 80 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് പുറമെ 22 കോടി രൂപയുടെ പ്രത്യേക പ്രചാരണ ഫണ്ടും അവസാനം സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണത്തിന് 15 കോടി രൂപയുമാണ് ചെലവഴിച്ചത്. അതുകൊണ്ട് 100 ചില്ലാനം കോടി രൂപ PRDയിൽ നിന്ന് ചെലവഴിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കിഫ്ബിയുടെ പരസ്യം 110 കോടി കഴിഞ്ഞു. ഇതാദ്യമായാണ് കിഫ്ബി PRDയെ കിടപിടിക്കുന്ന പരസ്യദാതാവായി മാറിയത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് രൂപീകരിച്ച ഏജൻസിയാണിത്. എന്താണ് കിഫ്ബിയുടെ ലക്ഷ്യം? കിഫ്ബിയുടെ ലക്ഷ്യം അടിസ്ഥാന വികസനമാണ്. നമുക്കറിയാം, പെട്രോൾ സെസ്സിൽ നിന്നൊക്കെ ഉള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ഗ്യാരണ്ടിയോടുകൂടി വായ്പ എടുത്താണ് കിഫ്ബി പണം ഉണ്ടാക്കുന്നത്. ആ പണം യഥാർത്ഥത്തിൽ അടിസ്ഥാന വികസനത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കേണ്ടതാണ്. ആ അടിസ്ഥാന വികസനം കിഫ്ബി കഴിഞ്ഞ 10 വർഷക്കാലമായി നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കിഫ്ബിയാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിന്നപ്പോൾ പരസ്യത്തിന് 110 കോടി രൂപ ചെലവഴിച്ചത്. ഇത് നിയമവിരുദ്ധമല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ ആലോചിച്ച് നോക്കി. കിഫ്ബിയുടെ ലക്ഷ്യം വികസന പ്രവർത്തനമല്ലേ? കിഫ്ബി ഒരിക്കലും ഇതുപോലെ 100 കോടി രൂപയുടെ പരസ്യത്തിന് മുമ്പ് ചെയ്തിട്ടില്ലല്ലോ. ആ കിഫ്ബി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പം മാത്രം പരസ്യത്തിന് ചെലവഴിക്കുന്നത്? അതൊക്കെ നിയമവിരുദ്ധമാണ്. അതൊക്കെ അടുത്ത സർക്കാർ വരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് ശ്രീമാൻ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കുറിപ്പ് തുടർന്ന് ഇങ്ങനെയാണ്: PRDയുടെ നിരക്കിനേക്കാൾ വളരെ കൂടുതലാണ് കിഫ്ബിയുടെ നിരക്ക്. 17 പത്രങ്ങൾക്ക് ഫുൾ പേജ് ജാക്കറ്റ് പരസ്യത്തിന് 12 കോടി രൂപ എന്നാണ് കാർഡ് നിരക്ക്. PRD 54 പത്രങ്ങൾക്ക് ജാക്കറ്റ് പരസ്യം നൽകുന്നത് 1,81,00,000 രൂപയ്ക്കാണ്. അപ്പോഴാണ് കിഫ്ബി 12.2 കോടി കൊടുക്കുന്നത്. കിഫ്ബിയിൽ നിന്ന് വിലപേശലുണ്ടെങ്കിലും PRDയിൽ അതില്ല. കിഫ്ബിയിൽ നിങ്ങൾക്ക് വിലപേശവും കൂട്ടുകുറയ്ക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ PRDയിൽ അതിലെ വ്യത്യാസമുണ്ട്. പക്ഷേ PRD 1.8 കോടി ചെലവഴിക്കുന്നിടത്ത് കിഫ്ബി 12 കോടി ചെലവഴിക്കുന്നു.
ചാനൽ, സോഷ്യൽ മീഡിയ, റേഡിയോ ഉൾപ്പെടെയുള്ള പരസ്യങ്ങളിലും പരസ്യ നിരക്കിൽ ഈ അന്ത്യമുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, പൊതുമേഖലാ ബാങ്കിൽ നിന്ന് സർക്കാർ ഗ്യാരണ്ടിയോടുകൂടി 8.9% നിരക്കിനെടുക്കുന്ന വായ്പയാണ് കിഫ്ബി ചെലവഴിക്കുന്ന ഈ തുക. മോട്ടോർ വാഹന നീതി, ഇന്ധന ചെലവ് എന്നിവയിൽ നിന്നാണ് തിരിച്ചടവ്. ആലോചിച്ച് നോക്കണം, മനസ്സിലായില്ലേ? അതിൽ നിന്ന് തിരിച്ചടവുള്ള 8.9% പിന്നെ തുകയ്ക്ക് പലിശയ്ക്ക് എടുക്കുന്ന പണമാണ് ഇതുപോലെ CPM വിജയിപ്പിക്കാനുള്ള പരസ്യത്തിന് കിഫ്ബി ചെലവഴിക്കുന്നത്. 2030 89,793 കോടി രൂപ തിരിച്ചടക്കേണ്ടി വരും 2030 ആകുമ്പോഴത്തേക്ക്. അതായത് അടുത്ത സർക്കാരിൻ്റെ കാലത്ത് തിരിച്ചടക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച മാർച്ച് 15 ഞായറാഴ്ച കിഫ്ബിയുടെ 2 ജാക്കറ്റ് പരസ്യവും PRDയുടെ 1.5 പേജ് പരസ്യവുമാണ് പ്രസിദ്ധീകരിച്ചത്. കിഫ്ബി 2 പേജ് പരസ്യത്തിന് കാർഡ് നിരക്ക് പ്രകാരം നൽകിയത് 24 കോടി രൂപയാണ്. PRD 1.5 പേജ് പരസ്യത്തിന് 1.3 കോടി. അതായത് ഒറ്റ ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച മാർച്ച് 25 ഞായറാഴ്ച മാത്രം കിഫ്ബി 24 കോടി രൂപയും PRD 1.3 കോടി രൂപയും കൂടെ ചേർന്ന് പൊടിച്ചത് 25.8 കോടി രൂപയാണ്. എന്നാൽ കുറിപ്പ് അവസാനിക്കുന്നത് എങ്ങനെയാണ്? വെടിക്കെട്ട് കഴിഞ്ഞു, ഇനി നമുക്ക് മുണ്ട് മുറുക്കി ഉടുക്കാം എന്ന് പറയുക. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇത്രയും തുക ഏതാണ്ട് 3-4 ആഴ്ച കൊണ്ട് ഏതാണ്ട് 227 കോടി രൂപ ചെലവഴിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണെന്നറിയാമോ? പദ്ധതി ചിലവ് 35% മാത്രമാണ് ഈ 2025-26. പദ്ധതി ചിലവ് 35% മാത്രം. അതായത് പദ്ധതി അടങ്കലിൽ 35% തുക മാത്രം ചെലവഴിച്ച സാഹചര്യത്തിലാണ് 227 കോടി രൂപ സർക്കാരിനെ ജയിപ്പിക്കാനായിട്ട് പരസ്യത്തിന് ഉപയോഗിക്കുന്നത്. അതായത് ധനവർഷം ആരംഭിക്കാൻ ഏതാണ്ട് 15 ദിവസം മാത്രം ബാക്കി നിൽക്കെ 20,000 കോടി രൂപയുടെ കുറവാണ് ഈ പദ്ധതി അടങ്കലിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 20,000 കോടി രൂപ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല പദ്ധതി ധനവർഷം അവസാനിപ്പിക്കുമ്പോൾ. ഈ തുകയെല്ലാം തന്നെ വക മാറ്റിയിട്ട് പരസ്യ പ്രചാരണത്തിനും മറ്റ് പദ്ധതിയേറെ ചെലവുകൾക്കും വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ്. കർഷകർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ, അതിൽ 300 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഉള്ളത്. 300 കോടി രൂപയുടെ കുടിശ്ശിക. ആരോഗ്യവകുപ്പിൻ്റെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ഉപകരണങ്ങൾ വാങ്ങാനുമൊക്കെ ആയിട്ട് ഏതാണ്ട് 200 കോടി രൂപ ഇനി കണ്ടെത്തേണ്ടി വരും ഈ വർഷം. ആലോചിച്ച് നോക്കുക, 200 കോടി രൂപ ഈ ആരോഗ്യവകുപ്പിൻ്റെ മെഡിക്കൽ കോളേജുകൾക്ക് അടക്കമുള്ള സൗകര്യങ്ങൾ, ഉപകരണങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ഇത് കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നുകൊണ്ട് 145 കോടി രൂപയാണ് സർക്കാർ വെട്ടിക്കുറച്ചത്. കാരണം മേടിക്കാൻ വേണ്ടിയിട്ട് പണമില്ല. അങ്ങനെ പണമില്ലാതെ കിടക്കുമ്പോഴാണ് 9% പലിശയ്ക്ക് എടുത്ത പണം പ്രചരണത്തിനായിട്ട് പിണറായി സർക്കാർ ഉപയോഗിക്കുന്നത്. നമുക്കറിയാലോ, നവകേരള സദസ്സ് എന്നും പറഞ്ഞിട്ട് ഒരു ധൂർത്ത് ഇവിടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയം മുഴുവൻ ചെലവഴിച്ചു. അതിന് 150 കോടി രൂപയാണ് അതിൻ്റെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചത്. അതുപോലെ തന്നെ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMൻ്റെ ആളുകൾ ഉപയോഗിച്ച് നടത്തുന്ന സർവേ, അതിന് 10 കോടി രൂപ. CM വിത്ത് മീ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന 20 കോടി രൂപ. ഇതെല്ലാം കൂടെ ചേർന്ന് സർക്കാർ ഖജനാവിൽ നിന്ന് ഏതാണ്ട് 500 കോടി രൂപ ചെലവിട്ടാണ് മൂന്നാമത് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള പരസ്യ കോലാഹലം ഈ പിണറായി സർക്കാർ കഴിഞ്ഞ കുറച്ച് കാലമായി നടത്തി. നമ്മളൊന്ന് ആലോചിച്ചു, പരസ്യത്തിന് മാത്രം ഏതാണ്ട് 227 കോടി രൂപ, എല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് ഒരു 500 കോടി രൂപ. നമ്മൾ ഓർക്കണം, ഞാൻ നിങ്ങൾക്ക് കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് അടുത്ത തവണ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഈ കൊടും ധൂർത്ത് പിണറായി സർക്കാർ നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 9 നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. അന്ന് പോളിംഗ് ബൂത്തിൽ ചെന്ന് നമ്മൾ ഒരു വോട്ട് കുത്തുമ്പോൾ നമ്മൾ മസ്തകത്തിന് അടി കൊടുക്കുന്നത് പിണറായി വിജയൻ്റെ ഈ ധൂർത്തിനുമാണ് എന്ന കാര്യം നമ്മൾ ഓർത്തുകൊണ്ട് വേണം ഏപ്രിൽ 9 കേരളത്തിലെ കോടിക്കണക്കിന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യാൻ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ.